ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയെയും നീലിമയെയും കൂട്ടിക്കൊണ്ട് പോലീസുകാരനകത്തേക്ക് കയറുന്ന അതേ സമയം തന്നെ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് രേവതി ഇരിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇവർ തമ്മിൽ പരസ്പരം കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അകത്തേക്ക് കയറി ചെന്ന ഉടനെ തന്നെ പോലീസുകാരനായിട്ടായിട്ട് ശ്രുതി പറയുന്നത്, സാർ എൻ്റെ പണവുമായിട്ട് മോഷ്ടിച്ചു പോയാളാണ് ഇവളെക്കുറിച്ചുള്ള ഒരു പരാതി നേരത്തെ ഞാൻ സാറിന് തന്നിരുന്നതായിട്ട് സാറിന് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പണവുമായിട്ട് കടന്നു കളഞ്ഞത് എന്ന് നീലിമയോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആരെ പണമായിട്ട് കടന്നു കളഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് ഇവൻ സ്വയമേവ തന്നതാണ് എന്നൊക്കെയാണ് നീലിമ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇവൾ പ്രണയം നണിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീലിമ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. നീലിമ തൻ്റെ വാദം തന്നെ ന്യായീകരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം തന്നെ രേവതി ആവട്ടെ, വണ്ടി തനിക്ക് തിരികെ കിട്ടിയില്ല, അതാണെങ്കിൽ താനിനി എന്ത് ചെയ്യും? ഈ വിവരങ്ങളൊക്കെ സച്ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചേട്ടൻ എന്നെ വഴക്കും പറയുമല്ലോ, ഞാൻ എങ്ങനെ സച്ചേട്ടനെ ഒരു കാര്യമൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. സച്ചി വിളിച്ചു ഉടനെ ചോദിക്കുന്നുണ്ട്, രേവതി നീ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ സച്ചേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അല്ല, നീ ഇത് എവിടെ, വീട്ടിലാണെങ്കിൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചതെന്ന് സച്ചി പറയുന്ന നേരത്ത് രേവതി കരയുകയാണ്. പെട്ടെന്ന് സച്ചി ചോദിക്കുന്നതിന് എന്ത് പറ്റി രേവതി, നിനക്ക് എന്താ പറ്റിയത്, കാര്യം പറയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി എന്ന് രേവതി പറയുമ്പോഴത്തേക്കും എന്താ വണ്ടി വീണ്ടും കോർപ്പറേഷൻകാർ കൊണ്ടുപോയോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. കോർപ്പറേഷൻകാരെല്ലാം കൊണ്ടുപോയത് പോലീസാണെന്ന് പറയുന്ന സമയത്ത് ഒരു ഞെട്ടലോട് കൂടി തന്നെ സച്ചി ചോദിക്കുകയാണ്, പോലീസ് എന്തിനാണ് നമ്മുടെ വണ്ടിയുമായിട്ട് പോയതെന്ന് പറയുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ രേവതി തുറന്നു പറയാൻ. ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, നീ ഇപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം, നീ കരയാതിരിക്കാൻ ഇതിനുള്ള സമാധാനം നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനുള്ളിലാകട്ടെ നീലിമയോടായിട്ട് പണം തിരികെ നൽകാനായിട്ട് പോലീസുകാർ പറയുന്നുണ്ടെങ്കിലും നീലിമ അത് തനിക്ക് വേണ്ടിയിട്ട് തന്നാണെന്ന് 6 മാസത്തിനകത്ത് താൻ ഇവൻ്റെ കൂടെ ജീവിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു നീലിമ ഓരോ കണക്കുകളൊക്കെ ഇങ്ങനെ നിർത്തുകയാണ്. കൂടുതൽ തന്നെ പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങളോട് ആരോട് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ല, എൻ്റെ വക്കീൽ വന്ന് നിങ്ങളോട് സംസാരിച്ചോളും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചിയുടെ നമ്മുടെ വണ്ടി നമുക്കിത് തിരികെ കിട്ടുകയില്ലേ, ഇനി ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് നീ കരയാതിരിക്കുക രേവതി, നമുക്ക് ഇതിനെല്ലാം തന്നെ പരിഹാരമുണ്ടാക്കാം, നീ ഏത് പോലീസ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിലാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. സച്ചി പറയുന്നത് നീ പേടിക്കാതിരിക്കും, ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ അകത്താകട്ടെ തൻ്റെ പണമാണ് നീലിമ തട്ടിക്കൊണ്ടു പോയതെന്നും തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും നീലിമ ശ്രുതി തന്നെ പ്രണയം നടിച്ച് പറ്റിക്കുകയായിരുന്നുവെന്നും അവൻ എനിക്ക് പണം തന്നതിന് ശേഷം പിന്നീട് കാനഡയിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നത്, സാറൊന്ന് ചിന്തിച്ചു, ആരെങ്കിലും തൻ്റെ അക്കൗണ്ടിൽ മുഴുവൻ പണവും കൊടുത്ത് ഒരുപോലെ പറ്റിച്ചു വിടുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പോലീസുകാരൻ്റെ ശ്രുതിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുകയാണ്. ഉടനെ തന്നെ പോലീസുകാരൻ പറയുന്നുണ്ട്, നീ എന്നോട് സംസാരിക്കില്ല എന്നല്ലേ പറഞ്ഞത്, നിന്റെ വക്കീൽ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം തന്നെ വക്കീൽ അങ്ങോട്ടേക്ക് വക്കീൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി തൊട്ട് പിന്നിലൂടെ തന്നെയാണ്. അങ്ങനെ വക്കീലകത്തേക്ക് വന്നതിന് ശേഷം പോലീസുകാരനായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാർ എന്ത് പറ്റി, നീലിമയുടെ വക്കീലാണ് ഞാൻ, എന്തിനാണ് മേഡത്തിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പണം തട്ടിപ്പ് കേസിലെ പ്രതിയാണ് നിങ്ങളുടെ നീലിമ മേഡം, ഇവളെക്കുറിച്ച് ചെറിയൊരു പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് കാരണം തെറ്റിദ്ധാരണ ഉണ്ടായതാണ് മേഡം, അങ്ങ് കാനഡയിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, മാത്രമല്ല നാളെ തന്നെ തിരികെ പോകേണ്ടതാണ് മേഡം കാനഡയിൽ വളരെയധികം ബിസിനസ്സും കാര്യങ്ങളും തിരക്കോട് കൂടി നടക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ വക്കീൽ പറയുന്ന സമയത്ത് അതെൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ പണം കൊണ്ടാണ് ഇവൾ വലിയ ആളായതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഈ ഒരു കൂട്ടത്തിൽ തന്നെ വക്കീൽ പറയുന്നുണ്ട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ശ്രുതിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് നീലിമയ്ക്ക് പണം നൽകിയത്, അതിൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തതിന് എൻ്റെ കയ്യിലുണ്ട്, സാർ ഇത് ശ്രദ്ധിച്ച് നോക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേപ്പറെ കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് പോലീസുകാർ ശ്രുതിയെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയായിട്ട് ചോദിക്കുന്നത്, ശ്രുതി നീ ഇങ്ങനെ എന്തെങ്കിലും പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തുവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പണം കൊടുത്ത ബാങ്കിൻ്റെ പേപ്പറാണോ എന്നൊക്കെ ഞാൻ ഓർക്കുന്നില്ല, ഇവള് പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് ശ്രുതി പറയുന്ന സമയത്ത് നീ എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത്, നീ പഠിച്ചതല്ലേ, അപ്പോൾ വായിച്ച് നോക്കിയിട്ടല്ലേ ഇത് കൊടുക്കാമെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നീലിമ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയധികം ഡിഗ്രിയും പഠിപ്പും ഉള്ളവൻ ഒരിക്കലും ഇതൊന്നും വായിക്കാതെ ഒപ്പിടില്ല സാറിന് അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, ശ്രുതി എനിക്ക് തന്നെ മനഃപൂർവ്വം പണം അയച്ചു തന്നായിരുന്നു, ഇവരെന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ നീലിമ പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല സാർ, ഇവളെന്നെ പറ്റിച്ച് മേടിച്ചാണ് ഈ ഒരു പണം, അന്ന് പ്രണയം നടിച്ച് ഇവളെൻ്റെ അടുത്ത് വന്ന് കുറേ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞിരുന്നു, ആ ഒരു പേപ്പറാണ് ഇതെല്ലാം എന്നുള്ള ശ്രുതിയൊക്കെ പറയുന്നുണ്ട്. അവസാനം സൈകിട്ട് ദേഷ്യം അടക്കാതെ തന്നെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്നതിന് ശേഷം നീലിമയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൽ നിന്ന് പറ്റിച്ച് മേടിച്ച പണം തിരികെ തരണമെന്ന് പറയുന്ന സമയത്ത് എന്ത് പറ്റിച്ച് മേടിക്കില്ല, പറ്റിച്ച് മേടിച്ചൊന്നുമല്ല, ശ്രുതി എന്നെ പ്രണയിച്ച സമയത്ത് എനിക്ക് വേണ്ടി തന്ന പണം
പണമാണിതെന്നൊക്കെ എന്നിങ്ങനെ നീലിമ പറയുമ്പോഴത്തേക്കും 6 മാസം നിന്റെ കൂടെ ജീവിച്ചതിന് നീ മേടിച്ച പണമാണിത്, അതിന് പറയുന്ന പേര് വേറെയാണ് എന്നൊക്കെ ശ്രുതി പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് പോലീസുകാരെ സൈകിട്ട് തന്നെ പറയുന്നുണ്ട്, മതി മതി, തെരുവിലുള്ളവരെ പോലെ കിടന്ന് ഒച്ചപ്പാടും ബഹളം കാണിക്കാതെ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. രണ്ടുപേരും അവരുടെ സ്ഥലത്ത് പോയി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ അവിടുന്ന് മാറ്റി നിർത്തുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചി പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം രേവതിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ നോർ പാർക്കിംഗ് ഏരിയ നോക്കി മാത്രമാണ് വണ്ടി പാർക്ക് ചെയ്യുകയുള്ളൂ. നേരത്തെ പൂക്കൾ വിൽക്കാൻ പോയ സമയത്ത് എന്നോട് നോർ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിന് ശേഷം എന്നെ കൊണ്ട് ഫൈൻ അടുപ്പിച്ചില്ലേ നീ എന്നൊക്കെ സച്ചി ചോദിക്കുന്ന സമയത്ത് സച്ചിയുടെ ശരിക്കും ഞാൻ ആ ബോർഡ് ശ്രദ്ധിച്ചിരുന്നില്ല, പൂക്കൾ കൊണ്ടേ കൊടുത്തിട്ട് വേഗം വരാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ആ ചേച്ചി കുറച്ചു നേരം നിൽക്കാമോ എന്ന് പറഞ്ഞ സമയം കൊണ്ട് അവിടെ സംഭവിച്ചതാണ് ഇതെല്ലാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. നീ എന്തായാലും മിണ്ടാതിരിക്കും, ഞാൻ എന്തായാലും പോലീസുകാരോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കോൺസ്റ്റബിൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അബദ്ധം പറ്റിയത് നോ പാർക്കിംഗ് ബോർഡ് കാണാതെയാണ് വണ്ടി പാർക്ക് ചെയ്തതെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴത്തേക്കും, സാർ പാവപ്പെട്ടവർ എന്ത് ചെയ്തു നോക്കി നിൽക്കുകയല്ലേ നിങ്ങൾ പോലീസുകാർ, പണക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ ഒരിക്കലും അവരെ വണ്ടി പിടിച്ചുകൊണ്ട് വരികയില്ല, നിങ്ങൾ എന്തിനാണ് സാർ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്ത് ഇവളുടെ വർത്തമാനം കേട്ടതൊന്നും ഞങ്ങളെങ്ങാണ്ടും ഗുണ്ടാ പിരിവുകാരൻ അതിന്റെ തലവനാണ് ഞാനെന്നും എന്നൊക്കെ പോലീസുകാരൻ പറയുന്ന സമയത്ത് സച്ചി പറയുന്നത്, സാർ അറിയാതെ പറ്റിയതാണ്, സാർ ക്ഷമിക്കണം, അവൾ അറിയാതെ പറഞ്ഞു പോയ വാക്കുകളാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസുകാരൻ പറയുകയാണ്, അറിയാതെ വണ്ടി പാർക്ക് ചെയ്തു, അറിയാതെ എന്നോട് സംസാരിച്ച് എന്താ ഇവൾ കുട്ടിയാണോ എന്ന് പോലീസുകാരൻ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫൈൻ അടച്ചിട്ട് പോയാൽ മതിയ കേസായിരുന്നത്, പക്ഷേ ഇവളുടെ നാക്കാണ് ഇവളവിടെ കുറച്ച് നേരം നിൽക്കട്ടെ, മാത്രം വണ്ടി നിങ്ങൾ കോടതിയിൽ നിന്ന് എടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചി പറയുന്നത്, സാർ അങ്ങനെ പറയരുത്, ഈ വണ്ടി നിറച്ച് ഇവർക്ക് വിൽക്കാനുള്ള പൂക്കളാണ്, പൂക്കൾ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ അതെല്ലാം വാടിപ്പോകുമെന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് ഏതൊരു കാര്യം ചെയ്യുക, വണ്ടിയിൽ നിന്ന് പൂക്കൾ എടുത്തതിന് ശേഷം കയ്യിൽ പിടിച്ചു കൊണ്ടേ വിട്ടിട്ട് വന്നോളൂ എന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. ഈ ഒരു സമയത്തും രേവതി തൻ്റെ വണ്ടി വിട്ടു തരണമെന്നും പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് പോലീസുകാരനോട് സംസാരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി നീ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയുന്ന സമയത്ത് പോലീസുകാരൻ പറയുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുന്ന സമയത്ത് താനൊരു ഡ്രൈവറാണ് സച്ചി മറുപടി പറയുന്നുണ്ട്. താനൊരു ഡ്രൈവറായിട്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് റൂൾസും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നത് എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴത്തേക്കും, സാർ ഇവർക്ക് വണ്ടി പഠിച്ചിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, ഇവർക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നവളായിരുന്നു, പക്ഷേ ഇന്നിപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല, അവൾ ശ്രദ്ധിക്കാതെ കൊണ്ടുവച്ചതായിരിക്കും, എന്തായാലും ഫൈൻ അടിച്ചിട്ട് ഞങ്ങൾക്ക് വണ്ടി തിരികെ തരണമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന നേരത്ത് വണ്ടി പിടിച്ചു വെച്ചാൽ ഞാനല്ല ട്രാഫിക്കിൻ്റെ എസ് ഐ വരട്ടെ, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റി കൊണ്ടുപോകും, അല്ലാന്ന് കോടതിയിൽ നിന്ന് മേടിച്ചോളാനൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടെ നിന്ന് പോകട്ടെ. അപ്പോൾ ഈ രേവതി സച്ചി പോലീസുകാരനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അകത്തുനിന്നുള്ള ജനലിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവരൊന്ന് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രുതിനെ ഇവർ കാണുന്നതായിരിക്കും, പക്ഷേ ഇവർ കാണുന്നില്ല. ഇവർക്ക് എന്താ പറഞ്ഞത്, രേവതിനെ സച്ചിനെ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരനോട് സംസാരിച്ചതിൻ്റെ പേരിൽ വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ഞങ്ങൾ മാറി നിൽക്കുകയാണ്. ഇതേ സമയം എൻ്റെ ശ്രുതിയാവട്ടെ തൻ്റെ അച്ഛൻ തനിക്ക് ഇഷ്ടദാനം നിന്ന പണമാണ്, അതെനിക്ക് തിരികെ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അത് നീ മോഷ്ടിച്ചുകൊണ്ട് വന്ന പണമാണ് ഇവർക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഒരിക്കലല്ല സാർ, എനിക്കിഷ്ടമല്ലാത്തൊരു വിവാഹം കഴിക്കാനായിട്ട് എൻ്റെ അച്ഛൻ നിർബന്ധിച്ച സമയത്ത് അതിന് വേണ്ടിയിട്ട് തന്ന പണമാണിത്, എന്നാൽ എൻ്റെ അച്ഛനെ പറ്റിക്കണമെന്നൊരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, ഈ പണവുമായിട്ട് ഇവളെ കല്യാണം കഴിച്ച് സുഖമായി ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിച്ചതിന് ശേഷം അച്ഛന് തിരികെ പണം കൊടുക്കാമെന്നൊരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്, പക്ഷേ അതെല്ലാം തന്നെ ഇവളെ നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത്, അതൊന്നുമല്ല സാർ, ഇവൻ എന്നെ പറ്റിക്കുകയായിരുന്നു, പണം തന്നതിന് ശേഷം ഇവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു, എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണയം നടിച്ച് പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീലിമ തൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. ഇതേ സമയം ഞാൻ രേവതിയാകട്ടെ പുറത്തിരിക്കുന്ന തൻ്റെ വണ്ടിയിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.